വോട്ടെണ്ണാൻ ഇനി ഏകദേശം മണിക്കൂറുകൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഇത്രയധികം നിർണായകമാകുന്നത്? രാജ്യം മുഴുവൻ ഈ തിരഞ്ഞെടുപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നതും ശ്രദ്ധിക്കുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടിയുണ്ട്. കാരണം ഈ 5 സംസ്ഥാനങ്ങളിൽ 3 സംസ്ഥാനങ്ങൾ വളരെയധികം നിർണായകമാണ്. 3 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ഗതിവിഗതികൾ എല്ലാം മാറിമറിയുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ 3 സംസ്ഥാനങ്ങളിലും 3 പാർട്ടികൾ അക്കൗണ്ട് തുറക്കാനായി കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവരവിടെ ശക്തരുമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, 2 പാർട്ടികളെ നിങ്ങൾക്കറിയാം. അതായത് ഒന്ന് കേരളത്തിൽ BJP ആണ്. കേരളത്തിൽ BJP നാളെ അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും രാജ്യവും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ BJP ഇവിടെ അക്കൗണ്ട് തുറന്നിരുന്നു. പക്ഷേ അതിനുശേഷം BJP ആ അക്കൗണ്ട് പൂട്ടിപ്പോയി. ഇനി നാളെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നതിലുപരി ഒരു ഡബിൾ ഡിജിറ്റിലേക്ക് കാര്യങ്ങൾ എത്തുമോ എക്സിറ്റ് പോൾ പ്രകാരം എന്നൊക്കെ നാട്ടുകാർ വിലയിരുത്തുന്നുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ TVK ആണ്. TVK സംബന്ധിച്ച് പറയുകയാണെങ്കിൽ TVKയുടെ ഗതി എന്താകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിജയ് റിസോർട്ടുകളൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ജയിച്ചു വരുന്ന MLA-മാരെ പാർപ്പിക്കാനാണ് വിജയ് റിസോർട്ടുകൾ ബുക്ക് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിജയ് നല്ല ആത്മവിശ്വാസത്തിലാണ്. വിജയ്ക്ക് അവിടെ ജയിക്കും എന്ന്, അവിടെ ഭരണത്തിൽ ഒരു വലിയൊരു ശക്തിയായി മാറാൻ കഴിയുമെന്ന് വിജയ് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ്? മൂന്നാമത്തെ സംസ്ഥാനം വളരെ രസകരമാണ്. വെസ്റ്റ് ബംഗാൾ. പശ്ചിമ ബംഗാളിൽ CPM അക്കൗണ്ട് തുറക്കുമോ എന്നാണ് പല ആൾക്കാരും ഉറ്റുനോക്കുന്നത്. കാരണം ഇത്തവണ CPM-ന് അവിടെ മത്സരിക്കാനുള്ള ധൈര്യം പോലും വന്നത് അമിത്ഷാ അവിടെ കേന്ദ്രസേന ഇറക്കിയത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ CPM അവിടെ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളത് നമ്മുടെ രാജ്യം ഉറ്റുനോക്കുകയാണ്. അങ്ങനെ 3 സംസ്ഥാനങ്ങൾ നാളെ എന്താകും അവിടുത്തെ അവസ്ഥ എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങളും രാജ്യവും. ന്യൂസ് ഡെസ്ക് മലയാളം.